ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് ചെന്നിമല എന്ന് പറയുന്ന ഒരു മുരുകൻ്റെ അമ്പലത്തിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതിപ്പം ഫുള്ള് വന്നിട്ടൊരു 1365 പടികളുണ്ട് കയറാൻ. നമ്മുടെ പളനിയെക്കാട്ടിലുമൊക്കെ ഒത്തിരി സ്റ്റെപ്പ് നമുക്ക് കയറണം. അപ്പം നമുക്ക് നല്ല കിതപ്പുണ്ടായിരുന്നു കയറിയപ്പോഴൊക്കെ. പക്ഷെ വളരെ ചുറ്റിനും കാടാണ്, എല്ലാ സ്ഥലം രണ്ട് സൈഡും നല്ല കാടാണ്. അപ്പം നമുക്ക് നടക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ട് വരും. പിന്നെ ഭഗവാനെ കാണാനാണല്ലോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ആ വിഷമങ്ങളെല്ലാം മറികടന്നാണ് മുകളിലോട്ട് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് വിശ്രമിക്കാനുള്ള ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ ഇത് ഇറങ്ങിയപ്പം നമ്മൾ കഴിച്ച ചോറ് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തെത്താറായി. മുരുകൻ്റെ ആ ഒരു 365 സ്റ്റെപ്പിലോട്ട് കടക്കുവാണ്. 1365. അപ്പം ഈ വഴിയും പോകാം. സ്ട്രെയിറ്റ് നേരെയുള്ള ദർശനത്തിന് ഇതാണ് ഭഗവാന്റെ നേരെ നമ്മൾ ചെന്ന് കയറുന്നത്. വളരെ മനോഹരമാണ് അമ്പലം കാണാനാണെങ്കിലും. ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ പോയത്, അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. ഇതാണ് നമ്മൾ പുറത്തൂടെ ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. നല്ല കാറ്റും, ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് നല്ല കാറ്റും ഒക്കെയാണ്. നമ്മൾ അകത്തോട്ടുള്ള ഒരു പ്രസാദം വാങ്ങിച്ചതാണ്. നമ്മൾ അകത്ത് നമ്മൾ നാരങ്ങ കൊടുക്കും. അപ്പോൾ അവരത് പൂജിച്ച് നമുക്ക് തരും. നമ്മൾ ദർശനത്തിനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. ഇത് ചുറ്റിലും തൊഴാനുള്ള ഒരു ഇതാണ്, ചുറ്റമ്പലമാണിത്. ഫുള്ള് ഞങ്ങൾ പോയപ്പോഴെല്ലാം ഫുള്ള് കുരങ്ങന്മാരാണ്. നമ്മൾ കയ്യിലൊക്കെ എന്തെങ്കിലും നമ്മൾ സാധനങ്ങളുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് അവർ എടുത്തിട്ട് പോകും. തിരുപ്പൂരിലിരുന്ന് ഒരു 32 കിലോമീറ്റർ, എന്നാലും നല്ല ദൂരമാണ്. ഫസ്റ്റ് നമ്മൾ ശിവൻമല, നമ്മൾ തിരുപ്പൂരിൽ നിന്ന് വരുന്ന വഴി കാങ്കയം റോഡ് വഴി ശിവൻമല, പിന്നെ അത് കഴിഞ്ഞുള്ള ഡെസ്റ്റിനേഷനാണ് ചെന്നിമല. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതെല്ലാം. നല്ല മനസ്സിന് നല്ല നമ്മൾ ഇവിടെ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം നിറയെ ഇങ്ങനെ മലയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. മരുതമല, അത് ഞാൻ ഒരു പ്രാവശ്യം ഇനിയും പോകുമ്പം അതിൻ്റെ ഒരു വീഡിയോ ഇടാം ഞാൻ. അപ്പം മരുതമല ഒത്തിരി ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്, നല്ല സ്ഥലവും ഒക്കെ. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പായസം മേടിച്ചാണ് നമ്മൾ തിരിച്ച് നമ്മൾ വരികയാണ്. നല്ല വളവാണ്. അപ്പം പോയിട്ട് നമ്മളെപ്പോഴും വരുമ്പോഴത്തേന് നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം കയറുമ്പോഴും നമ്മുടെ എല്ലാ കഷ്ടങ്ങളും മാറണമെന്നും പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഒരിക്കൽ മാറുമായിരിക്കും അല്ലേ. ഇത് അമ്പലത്തിൻ്റെ ഏറ്റവും താഴെയുള്ളൊരു വലിയൊരു കുളമാണ്. പിന്നെ നമ്മൾ ഏറ്റവും താഴെ നിന്നുള്ള വ്യൂ ആണ് അമ്പലത്തിൻ്റെ. അത്രയും ഹൈറ്റിലാണ് അമ്പലം നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറച്ച് നമ്മൾ അത് സംസാരിക്കുന്ന രീതിയൊക്കെ ഇച്ചിരി വ്യത്യാസമായിരിക്കും. നമുക്കത് ഇനിയെല്ലാം വീഡിയോ പോകെ ചെയ്തിട്ട് അത് കറക്റ്റ് ആക്കണം. അപ്പം എന്തെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ മനോഹരമായ വീഡിയോ വ്ലോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേർന്നു കൊള്ളുന്നു. സുഖവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ചില യാത്രകൾ, അപ്പം ഇങ്ങനെ
പോകുമ്പോൾ നമ്മുടെ മനസ്സിലെ എല്ലാ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമുക്ക് നല്ല നല്ല വിഷമമുള്ള നേരത്തൊക്കെ എല്ലാവരും ഇതുപോലൊരു യാത്ര ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ ആ ബസ്സിലിരിക്കുമ്പോൾ ഉള്ള ബസ്സിലോ കാറിലോ ബൈക്കിലോ ഒക്കെ പോകുമ്പോൾ ആ ഒരു വിഷമങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ മൈൻഡെല്ലാം റിലാക്സ് ആവും. അപ്പം ഓക്കെ, ബൈ ഫ്രണ്ട്സ്.